ഷെർവാണിയെ കണ്ടപ്പോൾ ഒന്നുകൂടെ കല്യാണം കഴിക്കാൻ തോന്നി. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. മൂവി ഒരു റോം കോമാണ്. അപ്പോൾ ഗിരീഷ് ഷേഡി പടങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് കാണാൻ പറ്റുന്ന തമാശ പടങ്ങളാണ്. ഒരുപാട് തലവെക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് തിയേറ്ററിൽ പോയി സന്തോഷിച്ച് ആസ്വദിച്ച് കാണാവുന്ന ഒരു കോമഡി പടമാണ്. പിന്നെ നസ്ലിനുണ്ട്, അറിയാലോ, പെൺകുട്ടികളുടെയൊക്കെ ഹരമായ നസ്ലിൻ. അല്ല, ഒരു നല്ലൊരു തമാശ പടമാണ്. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു നല്ല പാട്ടുകളുണ്ട്. വിഷ്ണു വിജയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഭാവന സ്റ്റുഡിയോസിൻ്റെ പ്രൊഡക്ഷനാണ്. അതാണ് എൻ്റെ അവരൊരു ഫിലിം ബാക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇവരൊക്കെ പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. റോം കോമാണ്, നല്ല രസമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് നമ്മുടെ എല്ലാം വിശ്വാസം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാ ഫാമിലിക്കും പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും. നല്ല മ്യൂസിക്കാണ്, എല്ലാവരും പോയി കാണണം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ട്രെയിലർ കണ്ടിട്ട് എന്താ തോന്നിയത്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായോ? ഒന്ന് ഉറക്കെ പറയാമോ എല്ലാവരും? ട്രെയിലർ ഇഷ്ടമായെങ്കിൽ ഇപ്പം അതിനു മുമ്പ് ഒരു സോങ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കണ്ടന്റുകളെല്ലാം നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മറ്റൊരാളുടെ അഭിപ്രായത്തിന് മുമ്പേ തന്നെ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വരുന്ന ഫെബ്രുവരി 9 സിനിമ തിയേറ്ററുകളിലെത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഒന്ന് റിലാക്സ് ചെയ്ത് ചിരിച്ച് നല്ലപോലെ ആസ്വദിച്ച് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു സിനിമ, വലിയ കൊച്ചു സിനിമയാണ് ഇത്, പ്രേമലു. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയുക. ഇവിടെ വരാൻ സാധിച്ചതിലും ഇവിടെ ഇങ്ങനൊരു വേദി ഒരുക്കി തന്നതിലും ലുലു ഗ്രൂപ്പിനും ലുലു സെലിബ്രേറ്റിനും എൻ്റെ വളരെ നന്ദി. താങ്ക് യു. ഞാനും ഇതിലൊരു ചെറിയൊരു റോൾ ചെയ്തിട്ടുണ്ട്. ബാക്കി ഇവരൊക്കെ പറഞ്ഞത് തന്നെയാണ് പറയുന്നത്. നല്ല പടമാണ്, എല്ലാവരും കാണണം. ആക്ച്വലി നെസ്ലിൻ്റെ കൂടെ ഗിരീഷേട്ടൻ്റെ കൂടെ ഒക്കെ തണ്ണീർമത്തൻ തുടങ്ങി ഉണ്ടായിരുന്നു. തണ്ണീർമത്തിൽ ഞാൻ സ്പോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് വിളിച്ച ഗിരീഷേട്ടനാണ്. ഇവരൊന്നും പറയാത്ത എന്തെങ്കിലും ഇൻഫോർമേഷൻ പറയാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയായിരുന്നു. ഹൈദരാബാദിൻ്റെ പശ്ചാത്തലത്തിലാണ് ചിത്രം നീങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതൊരു വിഷ്വലി ഭയങ്കര ഫ്രഷായിരിക്കും. ട്രെയിലർ കണ്ടിട്ടും കൂടുതലും എല്ലാവരും വിഷ്വൽസിനെ നന്നായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഫൺ ഉറപ്പായിട്ടും ഉണ്ടാവും. വൺ ഓഫ് ദ ബെസ്റ്റ് സെറ്റായിരുന്നു പ്രേമലുവിൻ്റേത്. അപ്പം ഞങ്ങളെല്ലാവരും ഈ നിൽക്കുന്ന എല്ലാവരും തന്നെ ഒരു ഫാമിലിയെ പോലെയായിരുന്നു അവിടെ. കാരണം ഒന്നാമത് അന്യനാടാണ്, അവിടെ ഞങ്ങൾ മാത്രം മലയാളികളായിട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലും മിണ്ടാനും പറയാനുണ്ടെങ്കിൽ ഞങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടേക്കുമാണ്. അപ്പം ഭയങ്കര ഫാമിലി ബോണ്ടായിരുന്നു ഞങ്ങൾക്കിടയിൽ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക്. സത്യം പറഞ്ഞാൽ 1.5 മാസത്തോളം അവിടെ വന്നിട്ട് പെട്ടെന്ന് മാറിയപ്പോൾ ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗിരീഷാനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞോ, ഏയ് എല്ലാവരും പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു ഫൺ റൈഡ് ആയിരിക്കും, ഒരു റൊമാൻറ്റിക് പടമാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. പിന്നെ എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്തത് ഗിരീഷേട്ടനായിരുന്നു. അതുപോലെ പൂവനായാലും ഇതിപ്പോൾ 3ാമതും ഗിരീഷേട്ടനോട് തന്നെ ആയതിൽ വളരെ സന്തോഷമുണ്ട്. അതിലുപരി ഭാവന സ്റ്റുഡിയോസ് ആയതിലും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇപ്പോൾ മമിത പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും സെയിം അപ്പാർട്ട്മെൻറ്റിലായിരുന്നു താമസിച്ചതൊക്കെ. ഞങ്ങൾ 3 പേരും ഒരു അപ്പാർട്ട്മെൻറ്റിൽ, അവർ 3 പേരും ഒരു അപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ എപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയും ചിരിയും തമാശയൊക്കെയായിരുന്നു. പടം കഴിഞ്ഞിട്ടും ഞങ്ങളെല്ലാവരും ഗെറ്റ് ടുഗെദറൊക്കെ നടത്താറുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും പടം തിയേറ്ററിൽ പോയി തന്നെ കാണും. എല്ലാവർക്കും നമസ്കാരം. ഈ പറഞ്ഞതുപോലെ സിനിമ ഒരു റോം കോമാണ്. ഇവിടെ എല്ലാവരും പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല. ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഗിരീഷ് ഷേഡി എന്ന് പറയുന്ന ഡയറക്ടറുടെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വളരെയേറെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും അതുണ്ട്. പിന്നെ ഭാവന സ്റ്റുഡിയോസ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും കാണാതെ അല്ലെങ്കിൽ ആ സിനിമയിൽ എന്തെങ്കിലും ഒരു കാമ്പില്ല, അതിപ്പോൾ ഭാവന സ്റ്റുഡിയോസ് പോലെ വലിയൊരു പ്രൊഡക്ഷൻ അതിനെ ഏറ്റെടുത്ത് ചെയ്യില്ല എന്നുള്ളതും നമുക്ക് ഉറപ്പാണ്. അതുതന്നെയാണ് ആസ് ആക്ടേഴ്സ് അല്ലെങ്കിൽ ആസ് ആർട്ടിസ്റ്റ് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും വിശ്വാസം അല്ലെങ്കിൽ ഒരു ഉറപ്പ് എന്ന് പറയുന്നത്. ഇത്രയും വലിയൊരു ടീമിൻ്റെ കൂടെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഞാനിതിൽ ചെറിയൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നാൽ കൂടിയും
ചെറിയ ക്യാരക്ടർ ആണെങ്കിലും വളരെ രസമുള്ള ഒരു ക്യാരക്ടറാണ് ഇതിൽ. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത ക്യാരക്ടറാണ്. ഒരുപാട് പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ച ഒരു ക്യാരക്ടർ കൂടിയായിരുന്നു. എന്തായാലും ഈ സിനിമയിലേക്ക് വിളിച്ചതിൽ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഗിരീഷനും ഒരുപാട് നന്ദി. പിന്നെ ഈ പറഞ്ഞതുപോലെ സിനിമ ഒരു എൻ്റർടൈനറാണ്. തീർച്ചയായും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു സിനിമയാണ്. തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. താങ്ക് യു. സിനിമയാണ് ഗിരീഷ് ഷേഡി. നമ്മൾ തണ്ണീർമത്തൻ തരങ്ങളോട്ടെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടറാണ്. തണ്ണീർമത്തനും സൂപ്പർ ശർമ്മയ്ക്ക് എനിക്ക് വലിയ ഇഷ്ടമുള്ള പടങ്ങളാണ്. തണ്ണീർമത്തൻ എനിക്ക് ഒരുപാട് ചിരിച്ചത്. അപ്പോഴേയും ഗിരീഷ് ഷേഡി ആയിട്ട് വർക്ക് ചെയ്യണം നമ്മൾ പ്രൊഫഷണൽ തീരുമാനിക്കുകയും പുള്ളിയെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. പിന്നെ സൂപ്പർ ശർമ്മയിൽ ഒരു പാട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ വിളിച്ചു. കാരണം ഭയങ്കര രസമായിട്ട് കോമഡി ചെയ്യുന്ന ഒരാൾ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ പ്രധാനമായിട്ടും പുള്ളിയെ ഞങ്ങൾ വിളിക്കാനും പടം ചെയ്യിക്കാനുള്ള കാരണം പുള്ളിയുടെ കോമഡി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗിരീഷ് ഭയങ്കര വിയേർഡായിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഭയങ്കര ഓഫായിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഭയങ്കര ഗംഭീര കോമഡി കണ്ടെത്തുന്ന ആളാണ്. പടത്തിൽ കോമഡി ഉണ്ട്. അതുതന്നെയാണ് നമ്മളിതിലേക്ക് ആകർഷിച്ചത്. പിന്നെ ഗിരീഷ് ഷേഡി എന്നുള്ള പേര്. നസ്ലിൻ മമത ഭയങ്കര പുതിയ തലമുറയിൽ ഏറ്റവും ഗംഭീരമായിട്ട് വളർന്നു വരുന്ന 2 ആക്ടേഴ്സാണ്. അവരുമായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചത് ഭയങ്കര പ്രൗഡാണ്. ഗിരീഷ് പൊതുവെ ഭയങ്കര രസമുള്ള ഒരു ക്രൂ മെമ്പേഴ്സ്, ഭയങ്കര സുഹൃത്തുക്കളെ പോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ എന്ന രീതിയിൽ ഭയങ്കര എളുപ്പമായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരു 10 വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര നല്ല കാര്യമാണ്. ഷെർവാണിയെ കണ്ടപ്പോൾ ഒന്നുകൂടെ കല്യാണം കഴിക്കാൻ തോന്നി. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. അപ്പോൾ അതിന് പ്രത്യേക നന്ദി. പ്രേമലു വരുവാണ് വെള്ളിയാഴ്ച. നല്ല പാട്ടുകളുണ്ട് വിഷ്ണു വിജയുടെ. അതും പതുക്കെ റിലീസാവുന്നുണ്ട്. ഒരു പാട്ട് മിനി മഹാറാണി എന്ന് പറയുന്ന ഒരു പാട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ പ്ലേ ചെയ്യുന്നതാണ്. പിന്നീട് യൂട്യൂബിലും വരും. ഇതുവരെ യൂട്യൂബിൽ വന്നിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് മിനി മഹാറാണി എന്നൊരു പാട്ട് കേട്ടിലൂടെ നമുക്ക് പിരിയാം. ബാക്കി വെള്ളിയാഴ്ച നിങ്ങൾ തിയേറ്ററിൽ കാണുക. അഭിപ്രായങ്ങൾ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും. നെഗറ്റീവായാലും പോസിറ്റീവായാലും നമുക്ക് പേടിയൊന്നുമില്ല. പടം സർവൈവ് ചെയ്യുന്ന ഉറപ്പാണ്. അപ്പോൾ ശരി.